ഹേയ് സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് സിനിമ മാത്രമുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ദിലീപിൻ്റെ നമ്മുടെ ജഗൻ ഷാജി കൈലാസായിട്ട് ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. നീക്കം എന്നാണ് സിനിമയുടെ പേര്. ഒരു വെറൈറ്റി ലുക്കും പശ്ചാത്തലമൊക്കെ വെറൈറ്റി തന്നെയാണെന്ന് തോന്നുന്നു. ഒരു മകളുമായിട്ടുള്ള ബന്ധവും പിന്നെ ഒരു റിവെഞ്ച് പരിപാടിയാണെന്നാണ് കഥയുടെ റൂമേഴ്സ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ജയസൂര്യയുടെ അടുത്ത സിനിമയുടെ അനൗൺസ്മെൻറ്റ്, അതായത് ജിതിൻ കെ ജോസ് കളങ്കാവലിൻ്റെ ഡയറക്ടറിൻ്റെ ഒപ്പമാണ്. സിനിമയുടെ പേര് വന്നിട്ടുണ്ട് മായൻ എന്നാണ്. സിനിമ കുറച്ച് പാർട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ 1 ആണ്. അപ്പോൾ എന്തായാലും കത്തനാർ പോലെ തന്നെ ഇതും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ജയസൂര്യ ഒരു പോലീസ് വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കത്തനാറിൻ്റെ പോലെ അത്ര ടൈം എടുക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജയസൂര്യ തൻ്റെ കരിയറിൽ തന്നെ ഒരു ബിഗ് കംബാക്ക് നടത്തിയ ചിത്രമാണ് ആട് 3. സിനിമ അങ്ങനെ OTTയിൽ എത്തുകയാണ്. നമ്മുടെ C5 ഏതാണ്ട് 5ഓളം ഭാഷയിലൂടെ ഈ വരുന്ന മെയ് 1 സിനിമ OTT റിലീസിന് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയുടെ ഒരു എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 52 മിനിറ്റ് ഉണ്ട്. നമ്മുടെ മമ്മൂക്ക് അതിലൊരു കാര്യം പറയുന്നുണ്ട്. ഒരു വലിയൊരു താരത്തെയാണ് അവർ നമ്മുടെ ലാലേട്ടൻ്റെ പ്ലേസിൽ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മമ്മൂക്ക തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, നമ്മുടെ പുറത്തെന്തിനു പോകണം, നമ്മുടെ ലാലേട്ടൻ അകത്ത് തന്നെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയിൽ ലാലേട്ടൻ വന്ന്. ഏകദേശം 50 മിനിറ്റ് ഉണ്ട് ലാലേട്ടൻ എന്ന് കേൾക്കുന്നുണ്ട്. പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് ചെറിയൊരു സെൻസർ ബോർഡിൻ്റെ വക ഒരു കട്ടുണ്ട്. അതായത് നമ്മുടെ ഫഹദ് അവതരിക്കുന്ന വില്ലൻ ക്യാരക്ടറിൻ്റെ പേര് നമ്മുടെ ആരുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ പേരായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. സോ അത് മാറ്റേണ്ടി വരും. അപ്പോൾ റീഎഡിറ്റ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിലക്കൊക്കെ പെട്ടെന്ന് മാറട്ടെ. പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഖലീഫയുടെ പല ലുക്കൊക്കെയാണല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്. നമ്മുടെ പൃഥ്വിരാജ് റിവേഴ്സ് ഗിയറിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏജ്. ഇപ്പോൾ കിഡിലൻ ലുക്കാണ് ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഏകദേശം ചെറിയ റൂമേഴ്സ് പോലെ വരുന്നുണ്ട്. ഏകദേശം ഉറപ്പ് തന്നെയാണ് ഓഗസ്റ്റ് 20 തന്നെ ആയിരിക്കും നമ്മുടെ ഖലീഫ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ദൃശ്യം 3 പറ്റി ഒരു അപ്ഡേറ്റ് ഉണ്ട്. സിനിമയ്ക്ക് OTT ഒരു വിലക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു മെയ് 16 സംതിങ് എന്തോ ആണ്. നമ്മുടെ ആമസോൺ പ്രൈം OTT ആയിട്ട് കുറച്ച് തർക്കം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ വിലക്കൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ. നമ്മുടെ ഇപ്പോൾ വാഴ ടീമിലെ ആഷിർ ടീംസൊക്കെ അങ്ങനെ ഇപ്പോൾ കത്തിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അതേ നമ്മുടെ തൊപ്പിയുടെ വരവാണ്. കൂടെ കുറച്ച് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സിനിമയുടെ ടൈറ്റിലാണ് ബൂം ബാങ്ക്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു വിജയം തന്നെ ആവട്ടെ. അപ്പോൾ ഇതുപോലത്തെ OTT സിനിമ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.